ജനം ബ്രേക്കിംഗ്. ഭാരതത്തിൽ ചോരയൊഴുക്കാൻ വേണ്ടി പരിശീലിപ്പിച്ച ഭീകരർ ഇപ്പോൾ രാജ്യത്തിന് തന്നെ ഭീഷണിയെന്ന് പാക് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവിന്റെ വെളിപ്പെടുത്തൽ. ഇന്ത്യയെ തകർക്കാനുള്ള മുജാഹിദീനുകൾ പാകിസ്ഥാന്റെ ക്രമസമാധാനം തകർക്കുന്നു. ആയുധധാരികളായ സംഘങ്ങൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു. പാകിസ്ഥാനിൽ അശാന്തി പടരുകയാണെന്നും സനാഉല്ലയുടെ വെളിപ്പെടുത്തൽ. ये वहाँ पे वही लोग हैं जिनको जिस तरह से कभी हमने ये मुजाहिदीन को ट्रेन किया था और भेजा था कि जाओ लड़ो, और उसके बाद वो आज तक हमारे गले पड़े हुए हैं. ये भी कुछ ऐसे ही लोग हैं और उन तंजीमों के लोग वहाँ पे इकट्ठे हैं और उनके पास असला है और वो वहाँ पे कोई उनका कोई सियासी मुतालबा नहीं है, कोई उनका पब्लिक वेलफेयर का मामला नहीं है. वो लोगों को शील्ड बना के तो वहाँ पे जो है ये जो है वो खेल खेलना चाहते हैं. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അശ്വതി കെ വാതിക്കൽ ചേരുകയാണ്. അശ്വതി, സ്വയം വിതച്ചത് കൊയ്യുന്നു എന്നുള്ള ഏറ്റുപറച്ചിൽ തന്നെയാണ് സനാഉല്ലയുടെ ഭാഗത്തിനും ഉണ്ടായത്. ആരെയാണോ ഭാരതത്തെ തകർക്കാൻ ഞങ്ങൾ സൃഷ്ടിച്ചത് അവർ ഞങ്ങളെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഏറ്റുപറച്ചിൽ അല്ലേ? തീർച്ചയായും കെ പി, അങ്ങനെ തന്നെയാണ്. കാരണം പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ തീവ്രവാദം പാകിസ്ഥാനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു കാഴ്ച അതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് സനാഉള്ളയാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കവെയാണ് ഈ നിർണായകമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പാകിസ്ഥാൻ ഭാരതത്തിൽ ചോരപ്പുഴ ഒരുക്കാൻ വേണ്ടി പരിശീലിപ്പിച്ച ഭീകരവാദികൾ, മുജാഹിദുകൾ, പ്രോക്സികൾ അതിപ്പോൾ പാകിസ്ഥാന് തന്നെ കുരുക്കായി മാറുകയാണ്. പാകിസ്ഥാനെ തന്നെ തിരിഞ്ഞുകൊത്തുകയാണെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചില്ല എങ്കിൽ, ഇവരെ തടഞ്ഞില്ല എങ്കിൽ പാകിസ്ഥാന്റെ ക്രമസമാധാനം മുച്ചൂട് തകരുമെന്നും ഈ സനാ റണാഉള്ള മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, ഈ കശ്മീരുമായി, പാക് അധീന കശ്മീരുമായി ബന്ധപ്പെട്ട ജനകീയ പ്രക്ഷോഭം നടക്കുന്ന വേളയിലാണ് ഈ സനാ റണാഉള്ളയുടെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ. അത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു ചർച്ചയായിരിക്കും. മുൻപൊക്കെ ഇങ്ങനെ ഭാരതത്തിന് വേണ്ടി പാകിസ്ഥാൻ സ്പോൺസേഡ് തീവ്രവാദികൾ സജീവമാകുന്നു എന്നുള്ളൊരു ആരോപണം ഭാരതം അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഉന്നയിച്ചിരുന്നു. അപ്പോഴെല്ലാം ഇത്തരത്തിൽ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഇതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമാബാദ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ അതിന്റെ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം ഭാരതത്തിന്റെ ഭാഗത്തിനും ഉണ്ടാകുമ്പോൾ ഈ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഭീകരരെ കൊല്ലപ്പെടുന്നു. ഇവരെ സന്ദർശിക്കാൻ പാക് ഭരണകൂടത്തിന്റെ പ്രതിനിധികളടക്കം പോയതും ആ സംസ്കാര ചടങ്ങുകളിലടക്കം പങ്കെടുത്തതും വലിയ വിവാദമായിരുന്നു. അതായത് അവിടുത്തെ ഭരണകൂടവും അവിടുത്തെ ഭീകരതയും എത്രത്തോളമാണ് കൈകോർക്കുന്നതെന്ന് ലോകം തന്നെ കണ്ടതാണ്. പക്ഷേ അപ്പോഴും അതിനെ ന്യായീകരിക്കുന്ന നിലപാട് തന്നെയാണ് അവിടുത്തെ ഭരണകൂടം സ്വീകരിച്ചത്. ഇപ്പോൾ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ് തന്നെ ഇക്കാര്യം തുറന്നു പറയുമ്പോൾ അത് ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലും വലിയ വാർത്താ പ്രാധാന്യം നേടുന്നു. ഒപ്പം വലിയ രാഷ്ട്രീയ ചലനങ്ങൾ പാകിസ്ഥാനിൽ വരും ദിവസങ്ങളിൽ ഈ പ്രതികരണം ഏറ്റുപറച്ചിൽ ഉണ്ടാക്കുമെന്ന കാര്യവും വ്യക്തമാണല്ലേ? കെ പി സൂചിപ്പിച്ചത് സത്യമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ ചലനം ഈ പ്രതികരണത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഇത്തരത്തിൽ പറഞ്ഞത്, പാകിസ്ഥാനെ സംരക്ഷിക്കുന്നത് എപ്പോഴും തീവ്രവാദികളാണ്, അതുകൊണ്ട് തീവ്രവാദികളെ തങ്ങൾ പാലൂട്ടി വളർത്തുമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. ഇതിനു മുൻപ് സമാന രീതിയിൽ പല പാകിസ്ഥാൻ ഭരിച്ചിരുന്ന ഭരണാധികാരികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് 2011 അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ബിൽ ക്ലിന്റൺ പാകിസ്ഥാനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ പിൻമുറ്റത്ത് പാമ്പുകളെ വളർത്തിയിട്ട് അയൽക്കാരെ കടിക്കുമെന്ന്, അയൽക്കാരെ മാത്രമേ കടിക്കുമെന്ന് നിങ്ങൾ കരുതരുത്, കാരണം നിങ്ങളെയും തിരിഞ്ഞുകൊത്താം. ഇനി 2009 നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അന്നത്തെ അലി സർദാരിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയത്. ഈ ഭീകരവാദത്തെ നമ്മൾ തന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള നടപടിയല്ല, നമ്മെ തന്നെ അത് കാർന്നു തിരുമെന്ന് സലി അർദാരി അത്തരത്തിൽ പറഞ്ഞിരുന്നു. ഇനി 2019 ഇമ്രാൻഖാൻ, അന്നത്തെ പാക് പ്രസിഡന്റായിരുന്ന, പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഈ പാക് തീവ്രവാദം പാകിസ്ഥാനെ മുച്ചൂട് നശിപ്പിക്കും. കാരണം ഇപ്പോൾ ഈ ഭീകരവാദികളെല്ലാം പാകിസ്ഥാന്റെ കഴുത്തിൽ കുരുങ്ങിയൊരു അവസ്ഥയാണ്. അവിടെയും ഇവിടെയും എല്ലാം പ്രക്ഷോഭം നടക്കുന്നു. നമുക്കറിയാലോ, കെ പിക്ക് അറിയാലോ, 2014 ഈ പാകിസ്ഥാൻ സൈന്യം വളർത്തിയ, പാകിസ്ഥാൻ സൈന്യത്തിന്റെ പൊന്നോമനയായ TTP ഈ ആർമി സ്കൂളിൽ കയറി ചെന്ന 130 പിഞ്ച് കുഞ്ഞുങ്ങളാണ് വെടിവെച്ച് കൊന്നത്. അതും പാകിസ്ഥാന്റെ കുഞ്ഞുങ്ങളെ തന്നെയാണ്. പിന്നീട് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ മസ്ജിദുകളിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ, ഈ പാകിസ്ഥാന്റെ തെരുവുകളിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ഇതെല്ലാം പാകിസ്ഥാൻ തന്നെ സ്പോൺസർ
ചെയ്ത ഭാരതത്തിനെതിരെ കലാപം സൃഷ്ടിക്കാൻ ഭാരതത്തിൽ നുഴഞ്ഞു കയറാൻ സ്പോൺസർ ചെയ്ത തീവ്രവാദികൾ തന്നെയാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ അശാന്തി വിതയ്ക്കുന്നത്. KP സുരേഷ് കുമാർ. യെസ്, ഞങ്ങൾ വളർത്തിയവർ ഞങ്ങൾക്ക് തന്നെ വിനാശം വരുത്തുന്നു. ഏറ്റുപറച്ചിലുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ ഉപദേശകൻ. ഇന്റർനാഷണൽ ഡെസ്ക് നിന്നും അശ്വതി കെ വാദക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.